Good morning students. Plus 2 സാമ്പത്തിക ശാസ്ത്ര ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. So we are discussing the second chapter of microeconomics, theory of consumer behavior. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോർമൽ ഗുഡ്സിന്റെയും ഇൻഫീരിയർ ഗുഡ്സിന്റെയും വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കി. The difference between normal goods and inferior goods. So in this class we are going to discuss substitute goods and complementary goods. എന്താണ് പൂരക വസ്തുക്കൾ, എന്താണ് പ്രതിസ്ഥാപന വസ്തുക്കൾ, ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. So first we are going to understand what is known as complementary goods. എന്താണ് പൂരക വസ്തുക്കൾ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. So complementary goods, മലയാളത്തിൽ ഇതിനെ പൂരക വസ്തുക്കൾ എന്നാണ് പറയുന്നത്. So goods which are consumed together are called complementary goods. ഒരു വസ്തുവിന്റെ ആവശ്യം മറ്റേ വസ്തു ഇല്ലാതെ പൂർത്തീകരിക്കാൻ കഴിയാത്ത വസ്തുക്കളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പൂരക വസ്തുക്കൾ എന്ന് പറയുന്നത്. അതായത് രണ്ട് വസ്തുവും ഒരുമിച്ച് നമ്മൾ ഉപയോഗിക്കണം, എന്നാലേ അതിൻ്റെ അതുകൊണ്ടുള്ള ആവശ്യം പൂർത്തീകരിക്കുകയുള്ളൂ. നമ്മളൊരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് അത് മനസ്സിലാവും. ടേക്ക് ദ കേസ് ഓഫ് കാർ ആൻഡ് പെട്രോൾ. ഇപ്പം കാർ ആൻഡ് പെട്രോൾ ഒരു കോംപ്ലിമെന്ററി ഗുഡ്സ് ആണ്. കാരണം കാറിന്റെ ഉപയോഗം നടക്കണമെങ്കിൽ പെട്രോളിന്റെ ആവശ്യമുണ്ട്. കാറ് മാത്രമായിട്ട് നമുക്ക് നമ്മുടെ ആവശ്യം പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല. So we have to consume both this car and petrol together. രണ്ടും ഒരുമിച്ച് ഉപയോഗിക്കണം. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു കേസ് നിങ്ങൾക്ക് പറയാം, പെൻ ആൻഡ് ഇങ്ക്. പേനയും മഷിയും രണ്ടും ഒരുമിച്ച് ഉപയോഗിക്കണം. We have to consume both these two goods together. അപ്പോൾ ഇത്തരത്തിലുള്ള വസ്തുക്കളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോംപ്ലിമെന്ററി ഗുഡ്സ്. കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ ഡെഫിനിഷൻ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഗുഡ്സ് വിച്ച് ആർ കൺസ്യൂംഡ് ടുഗദർ ആർ കോൾഡ് കോംപ്ലിമെന്ററി ഗുഡ്സ്. ഒരു വസ്തുവിന്റെ ആവശ്യം മറ്റൊരു വസ്തു ഇല്ലാതെ പൂർത്തീകരിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള വസ്തുക്കളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പൂരക വസ്തുക്കൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പൂരക വസ്തുക്കളുടെ വിലയും അതിൻ്റെ ചോദനവും എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ടേക്ക് ദ കേസ്, നമ്മൾ നേരത്തെ എടുത്ത എക്സാമ്പിൾസ് തന്നെ എടുക്കാം, കാർ ആൻഡ് പെട്രോൾ. സോ ദീസ് ടു ഗുഡ്സ് ആർ കോംപ്ലിമെന്ററി ഗുഡ്സ്. ആൻഡ് സപ്പോസ് ദ പ്രൈസ് ഓഫ് കാറിന്റെ വില ഇൻക്രീസ് കൂടിയെന്ന് വിചാരിക്കാം. ഇപ്പോഴുള്ളതിനേക്കാളും കുറച്ചുകൂടി കൂടി കാറിന്റെ വില. സോ സ്വാഭാവികമായിട്ടും ലോ ഓഫ് ഡിമാൻഡ് പ്രകാരം നിങ്ങൾക്കറിയാം, when price of a commodity increases, the demand for that commodity falls. ഒരു വസ്തുവിന്റെ വില കൂടിയ ആ വസ്തുവിന്റെ ചോദനം കുറയും. ഇവിടെ കാറിന്റെ വില കൂടിയപ്പോൾ ഇത് സംഭവിച്ചു, the demand for car decreased. കാറിന്റെ ചോദനം കുറഞ്ഞു, ആളുകൾക്ക് കാറ് വാങ്ങുന്നത് കുറഞ്ഞു വില കൂടിയപ്പോൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡിമാൻഡ് ഫോർ കാർ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്രോളിന്റെ ആവശ്യവും കുറയും. സോ വി ക്യാൻ സേ ഡിമാൻഡ് ഫോർ പെട്രോൾ ഡിക്രീസ്ഡ്. അപ്പൊ നോക്കൂ, പെട്രോളിന്റെ ചോദനം കുറഞ്ഞു, കാറിന്റെ വില കൂടി, കാറിന്റെ ചോദനം കുറഞ്ഞു. അതിന്റെ റിസൾട്ട് എന്താണ്, പെട്രോളിന്റെ ആവശ്യവും കുറഞ്ഞു. സോ യു സി, ഈ കാറിന്റെ വിലയും പെട്രോളിന്റെ ഡിമാൻഡും തമ്മിൽ എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത്. കാറിന്റെ വില കൂടിയപ്പോൾ പെട്രോളിന്റെ ചോദനം കുറഞ്ഞു. സോ വി ക്യാൻ സി എ നെഗറ്റീവ് റിലേഷൻ. Price of car and demand for petrol are negatively related, or price of car and the demand for petrol moves in the opposite direction. രണ്ടും വിപരീത ദിശയിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ നമുക്ക് കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ കേസിൽ
എല്ലാ കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ കേസിലും ഇതാണ് റിലേഷൻ. അതായത് ഒരു വസ്തുവിന്റെ വില കൂടിയാൽ ആ വസ്തുവിന്റെ പൂരക വസ്തുവായ ഈ കേസിൽ പെട്രോളിന്റെ ചോദനം കുറയും. അപ്പോൾ പ്രൈസ് ഓഫ് എ കമോഡിറ്റി varies inversely with the demand of its complement. അതായിരിക്കും പൂരക വസ്തുക്കളുടെ വിലയും ചോദനവും തമ്മിലുള്ള ബന്ധം. Both moves in the opposite direction or both varies inversely. Okay, next we are going to discuss about the substitute goods. പ്രതിസ്ഥാപന വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നും ഈ പ്രതിസ്ഥാപന വസ്തുക്കളുടെ വിലയും ചോദനവും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണെന്നും ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിനെ മലയാളത്തിൽ നമ്മൾ പ്രതിസ്ഥാപന വസ്തുക്കൾ എന്നാണ് പറയാം. അപ്പൊ എന്താണ് ഈ പ്രതിസ്ഥാപന വസ്തുക്കൾ അഥവാ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്താണെന്ന് ആദ്യം നമ്മളൊന്ന് മനസ്സിലാക്കണം. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ഡിഫൈൻ ചെയ്യുന്നത് ഒരു വസ്തുവിന് പകരമായിട്ട് മറ്റൊരു വസ്തു ഉപയോഗിക്കുകയാണെങ്കിൽ ആ രണ്ട് വസ്തുക്കളെയുമാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയുന്നത്. ഗുഡ്സ്, എ ഗുഡ് വിച്ച് കാൻ ബി യൂസ്ഡ് ഇൻ പ്ലേസ് ഓഫ് അനദർ ഗുഡ്, then such goods are called substitute goods. For example, ഉദാഹരണം പറഞ്ഞാൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അത് മനസ്സിലാവും. Take the case of tea and coffee. Tea and coffee. ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ ഉദാഹരണം പറയുമ്പോൾ എപ്പോഴും സൂചിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ടീ ആൻഡ് കോഫി. ബോത്ത് ആർ സബ്സ്റ്റിറ്റ്യൂട്ട്സ്. ചായക്ക് പകരമായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? കാപ്പി ഉപയോഗിക്കാം. അതുപോലെ തന്നെ കാപ്പിക്ക് പകരമായിട്ട് നമുക്ക് ചായ ഉപയോഗിക്കാം. സോ ദീസ് ഗുഡ്സ് ആർ സബ്സ്റ്റിറ്റ്യൂട്ട്സ്. ഗുഡ്സ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ പ്ലേസ് ഓഫ് അതർ. ഒരു വസ്തുവിന് പകരമായിട്ട് മറ്റൊരു വസ്തു ഉപയോഗിക്കാം. ഇവിടെ ചായയും കാപ്പിയും. നൗ ഈ ചായയുടെയും കോഫിയുടെയും വിലയും അതിൻ്റെ ചോദനവും എങ്ങനെയാണ് റിലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സപ്പോസ് ദ പ്രൈസ് ഓഫ് ടീ ഇൻക്രീസ്ഡ്. ചായയുടെ വില കൂടി. ഓക്കെ, കോഫിയുടെ വിലയിൽ യാതൊരു തരത്തിലുള്ള മാറ്റവുമില്ല. ദ പ്രൈസ് ഓഫ് ദ കോഫി ഈസ് ഗിവൺ ആൻഡ് ദ പ്രൈസ് ഓഫ് ദ ടീ ഇൻക്രീസ്ഡ്. അപ്പോൾ നമുക്കറിയാം, പ്രൈസ് ഓഫ് ദ ടീ ഇൻക്രീസ് ചെയ്യുമ്പോൾ കാപ്പിയുടെ വിലയിൽ യാതൊരു തരത്തിലുള്ള മാറ്റവും ഇല്ലെങ്കിൽ എല്ലാവരും ചായയിൽ നിന്ന് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? കോഫിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണ്. ഒന്നിന് പകരമായിട്ട് മറ്റൊന്ന് ഉപയോഗിക്കാം. പിന്നെ എന്തിന് വില കൂടിയ ചായ ഉപയോഗിക്കണം? സോ ദ പീപ്പിൾ വിൽ ഷിഫ്റ്റ് ടു കോഫി. എല്ലാവരും കോഫിയിലേക്ക് മാറും. അപ്പോൾ എന്ത് സംഭവിക്കും? ദ ഡിമാൻഡ് ഫോർ ദ കോഫി ഇൻക്രീസസ്. സി, ഡിമാൻഡ് ഫോർ കോഫി ഇൻക്രീസ്ഡ്. ഇതിന്റെ മറ്റൊരു ഓപ്പോസിറ്റ് സ്ഥിതി നമ്മളൊന്ന് പരിശോധിക്കാം. സപ്പോസ് ദ പ്രൈസ് ഓഫ് ടീ ഡിക്രീസ്ഡ്. ചായയുടെ വില കുറഞ്ഞു എന്ന് വിചാരിക്കുക. കോഫിയുടെ വിലയിൽ യാതൊരു മാറ്റവുമില്ല. എന്ത് സംഭവിക്കും? കോഫി ഉപയോഗിച്ചതൊക്കെ അതിലും വില കുറഞ്ഞ് ചായയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ദാറ്റ് മീൻസ് ദ ഡിമാൻഡ് ഫോർ കോഫി ഡിക്രീസ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. പ്രൈസ് ഓഫ് ദ ടീ and the demand for the coffee moves in the same direction. വസ്തുവിന്റെ വിലയും അതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയ വസ്തുവിന്റെ ചോദനവും ഒരേ ദിശയിലാണ്. വസ്തുവിന്റെ വില കൂടിയപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ആയ വസ്തുവിന്റെ ചോദനം കൂടി.
വസ്തുവിന്റെ വില കുറഞ്ഞപ്പോൾ അതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ടായ വസ്തുവിന്റെ ചോദനം കുറഞ്ഞു. സോ the price and the demand, the price of the good and the demand of its substitute both moves in the same direction. ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ കേസിൽ വിലയും അതിൻ്റെ ചോദനവും വിലയും അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടായ വസ്തുവിൻ്റെ ചോദനവും ഒരേ ദിശയിലാണ് സഞ്ചരിക്കുന്നത്. So that is all about the complementary goods and substitute goods.